ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈശ്വരനുമായി ഐക്യം പ്രാപിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഭക്തി എന്ന് പറയുന്നത്. ശുദ്ധമായ മനസ്സോടുകൂടി നിരന്തരമായ ഈശ്വര ചിന്ത ചെയ്യുന്നത് തന്നെ ഭക്തി. അല്ലെങ്കിൽ ഈശ്വരനുമായി നിരന്തരമായ സംഘം ഉണ്ടാകുന്നതാണ് ഭക്തി. ഈ ലോകത്തിലെ എല്ലാ വിഷയങ്ങളുമായി നിരന്തരം സംഘമുണ്ട് ഓരോ മനുഷ്യനും. എന്നാൽ അതിൽ നിന്നെല്ലാം വിട്ട് സർവീശ്വരനോട് സംഘമുണ്ടാകുമ്പോൾ മഹത്തായ പദത്തിന് അർഹരായിത്തീരും നാം. അതുകൊണ്ട് ഒരു കവി പറയുകയാണ്, ഏകാന്തത്തിലിരുന്നാത്മാ ധ്യാനത്തിൽ മുഴുകിടുവോൾ ആ മട്ടെഴും മഹാത്മാവായി വിളങ്ങും ഭക്തി പുങ്കവർ. ഭക്തി ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായി തീരാൻ എന്ത് ചെയ്യണം? ഏകാന്തത്തിലിരുന്നാത്മാ, ഏകാന്തത്തിൽ മറ്റു പല ബന്ധങ്ങളിൽ നിന്നും വേർപെട്ട് താൻ ഒറ്റയ്ക്ക് ആ പരമാത്മാവുമായി നിരന്തരം സമ്പർക്കം ചെയ്യുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ഏകാന്തത്തിലിരുന്നാത്മധ്യാനത്തിൽ മുഴുകിടുവോർ. ഏതൊരാളാണ് ഏകാന്തത്തിലിരുന്ന് ആ ആത്മധ്യാനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നത് ആ മട്ടെഴും മഹാത്മാവായി വിളങ്ങും ഭക്തി പുങ്കവർ. അങ്ങനെയുള്ളവർ ഭക്തി പുങ്കവൻ ഭക്തരിൽ ശ്രേഷ്ഠനായ ഒരാളാണ്. അത്തരം ഭക്തന്മാരെ ഭഗവാൻ കൂടി വണങ്ങുന്നു എന്നാണ്. ഭഗവാൻ ഭക്തൻ്റെ ദാസനായിട്ടാണ് പറയുന്നത്. ആരാണോ ഭഗവാനിലേക്ക് ഒരടി വയ്ക്കുന്നത് അവരിലേക്ക് ഭഗവാൻ 10 അടി അടുത്തേക്ക് വരുന്നതാണ്. ഒരു ഭക്തന് എത്രത്തോളം ഭഗവാനോട് ആഭിമുഖ്യമുണ്ടോ അതിൻ്റെ എത്രയോ ഇരട്ടി ഭഗവാന് ആ ഭക്തനിലേക്ക് എത്തിച്ചേരാനുണ്ട്. അതിനുള്ള മറവ് സൃഷ്ടിക്കുന്നത് നമ്മുടെ തെറ്റായ വിചാരങ്ങളാണ്. ആ വിചാരധാരകളെ തിരുത്തേണ്ടത് നാം തന്നെയാണ്. ഭഗവത്ഗീത ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് 700 ശ്ലോകത്തോളം 700 ഉപദേശങ്ങൾ, ജീവിത തത്വങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നാൽ അവസാനം അർജുനനോട് പറഞ്ഞത്, അർജുന, നീ ഇതിൽ നിനക്ക് യോജിച്ചത് സ്വീകരിച്ച് നിന്റെ ഇഷ്ടം പോലെ ജീവിക്കൂ എന്നാണ്. അർജുന, നിന്നെ ഞാൻ ആ പരമമായ പദത്തിലേക്ക് ഉയർത്തിത്തരാം എന്ന് അർത്ഥം വരുന്ന ഒരൊറ്റ ശ്ലോകം പോലും അതിലില്ല. എല്ലാ പാപങ്ങളെയും ക്ഷമിച്ച് എല്ലാ പാപങ്ങളെയും നശിപ്പിച്ച് നിന്നെ ഞാൻ എന്നിലേക്ക് അടുപ്പിക്കാനുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. എന്നെ തന്നെ നീ ശരണം പ്രാപിക്കൂ, എങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ രക്ഷിക്കാനാവൂ എന്നാണ്. അതുപോലെ നാം ആ സർവേശ്വരനോട് സർവസമയത്തും സർവയിടത്തും നമ്മുടെ മനസ്സ് അതിലേക്ക് തന്നെ ഒഴുകുകയാണെങ്കിൽ ആ ഈശ്വര ചൈതന്യം നമ്മളിലേക്കും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകും. അതിൻ്റേതായ അനുഭൂതി നമുക്ക് അനുഭവമായി കൊണ്ടിരിക്കും. അതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും. ഏകാന്തത്തിലിരുന്നാത്മാ ധ്യാനത്തിൽ മുഴുകിടുവോർ ആ മട്ടെഴും മഹാത്മാവായി വിളങ്ങും ഭക്തി പുങ്കവർ.